എന്താ ലവ് സ്റ്റോറി? അത് കുറച്ച് വലിയ കഥ. ഒരുപാട് സമയം ആ പഠിച്ചതൊന്നും അവള് ഒക്കെ ലേഡീസ് മാത്രം, മീൻസ് അതുവരെ ഇതിലാ പഠിച്ചത്. ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അവള് പെട്ടെന്ന് വന്നത് NSS സ്കൂളിൽ എന്ന് പറയുമ്പോ മിക്സഡ് അല്ലേ, അപ്പൊ അവിടുത്തെ മെയിൻ ആൾക്കാരായിരുന്നു ഞങ്ങള്. സീനിയർ ആയിരുന്നു? അല്ലല്ല, ഞാൻ പഠിക്കുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടേ വിടും. ആ ടീംസ് ആയിരുന്നു. കോഴി അതല്ല, എന്നോട് ആദ്യം വീട്ടുകാർ പറയും അവളെ കെട്ടിക്കോ അവളെ കെട്ടിക്കോ. ഞാൻ നല്ലത് കിട്ടുമോ നോക്കാം. ആശിരല്ല, എനിക്ക് ജോലി ഉണ്ട്, നമുക്ക് എന്റെ ജോലിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാം. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണ്ടല്ലോ. വേണ്ട, ഇല്ലെങ്കിൽ എന്റെ ഗോൾഡൊക്കെ തിരിച്ചെടുക്കാം. അക്സെപ്റ്റ് ഇല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കേണ്ടി വരും. താങ്ക് യു. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ആർക്കാ? ആണോ വീഡിയോയുടെ കേസിൽ മാത്രമാണോ? അല്ല, ചില എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തീരും. പക്ഷെ ഇവക്ക് ദേഷ്യം വന്നാ പിന്നെ നല്ല മിനിഞ്ഞാന്ന് കിട്ടിയതാണിത്. ഒരു ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ ഇവിടെ ദിവസം പറഞ്ഞു, ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത കാണിച്ചാൽ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. എനിക്ക് നാണോ മാനമല്ലത്. അപ്പം പറഞ്ഞ ഓക്കെ ഒന്നും എടുക്കുന്നില്ല. പിറ്റേന്ന് അവളിങ്ങനെ കയറാൻ വരിക, അവിടെ നിന്ന് ഇങ്ങനെ വരിക. ഞാൻ പറഞ്ഞ ഇങ്ങനെ പോവാം. ഞാൻ ശിവനം നീ വേഗം വരുന്നുണ്ടോ? എനിക്ക് പണ്ട് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പെൺകുട്ടികളല്ലേ ലിപ്സ്റ്റിക് ലിബാം ഒക്കെ ഇടും. ഇവര് ഭയങ്കര എന്താ പറയാ, കുറച്ച് ഞങ്ങളുടെ സൺസ്ക്രീൻ ലിപ്സ്റ്റിക് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഇടും. പണ്ടിട്ടോ എപ്പോഴല്ലോ കേട്ടോ. അതാണ് യെസ് പറയാനതല്ലേ, കൺഫേം ചെയ്യണ്ടേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യൂട്ട് കപ്പിൾസ് ആണ് ജോയിൻ ചെയ്യുന്നത്, ഇജ്ലാൽ ആൻഡ് ആമി. ഹലോ. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഭയങ്കര വെറൈറ്റി പേരാ, പക്ഷെ ഒരു വീഡിയോ ഞാൻ കണ്ടു പേരിനെ കുറിച്ച് പറയുന്നേ. എന്തത്? ഒരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ ആരെയൊക്കെ അറിയുന്നു. ഫസ്റ്റ് ആണ് ഹസ്ബൻഡ് പേരെന്ന് നോക്കിയപ്പോഴത്തേനും ആദ്യം ഒരു ചിരിക്കും. ഇജ്ലാൽ എന്ന് പറയുമ്പോ അങ്ങനെ ശരിക്കുള്ളതാ, അവരെല്ലാരും അങ്ങനെ ചോദിക്കും. എനിക്ക് തന്നെ പേര് ഭയങ്കര കിട്ടണില്ല, വല്ലാത്തൊരു പേര്. അങ്ങനെ വിളിക്കാറില്ല, പേര് വിളിക്കണെന്ന് പറയാ. എന്താ വിളിക്കാം? ഓരോ വീട്ടിലും പേര് വെറുതെ എപ്പോഴും വിളിക്കണ അങ്ങനെയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്തേലും വിളിക്കും പേരൊഴുകെ. അതുകൊണ്ടല്ലേ. എന്താണ് നിങ്ങളുടെ ഏറ്റവും, അതായത് എല്ലാ വീഡിയോസ് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്, എന്നാലും കറന്റ്ലി ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെൺകുട്ടികൾക്ക് എന്താ പറയാ, ഒരു ഡ്രൈവിംഗ് സ്കില്ല് പഠിപ്പിച്ചു തരാൻ പറ്റാത്ത ഒരു കെട്ടിയങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാടയും വില കണ്ടിട്ട് ഞാൻ എയറോപ്ലെയിൻ ഓടിക്കാൻ പഠിപ്പിച്ചു തരാനാ പറഞ്ഞതൊന്നും. ഒരു കാറല്ലേ എന്നെ കൊണ്ടൊക്കെ പറ്റൂതൊക്കെ ഓട്ടോമാറ്റിക് ആണ്, ഒന്നും ചെയ്യാല്ല. വണ്ടി ഓണാക്ക സ്വിച്ച് ഇട എങ്ങനെ അങ്ങോട്ട് ഇരിക്കാം. ഓടാ മോടോ പഠിപ്പിക്കണ്ടോ ഒരു കാര്യത്തിൽ മാത്രം ഒട്ടും മൂടില്ലാത്തുണ്ടോ മാടക്കുട്ട പഠിപ്പിക്കടോ. അത് എന്നെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. വലിയ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ദുബായില് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ. അത് പെൺകുട്ടികളൊക്കെ വന്ന് അങ്ങോട്ട് പഠിപ്പിക്കുമ്പോണ്ടല്ലോ, ഞാൻ ആ സമയത്ത് അങ്ങനെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ തിരക്കിലാണ്ട് പറഞ്ഞത് കപ്പയ്ക്ക് ഉറപ്പാ ഏതോ ഒരു കാണാൻ കൊള്ളാത്ത പെൺകുട്ടിയാണ് ക്ലാസ്സിലത്. പ്രത്യേക രീതിയിലാ പഠിപ്പിക്കുക. എന്ത് ശരിക്കും ദുബായിലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആണോ? അതെ അതെ അതെ. അപ്പൊ എന്താ സ്വന്തം വൈഫിന് പഠിപ്പിച്ചു കൊടുക്കാത്ത? അത് എല്ലാവർക്കും റിലേറ്റഡ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും സ്വന്തം വൈഫ് ആവുമ്പോ. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ അവിടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഒരു 3 കൊല്ലം. ഒരുവിധം എനിക്ക് മോസ്റ്റ്ലി മലയാളി ലേഡി സ്റ്റുഡൻസ് ആണ് ഉണ്ടാവാറ്. അപ്പൊ അവരായിട്ട് ഇവർക്കും അത്യാവശ്യം നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവര് വോയിസ് മെസ്സേജ് അയക്കും, ഡൗട്ട് എക്സാമിനൊക്കെ ഡൗട്ട് ചോദിക്കുമ്പോ ഇവളാണ് ഫസ്റ്റ് വോയിസ് കേൾക്കുക. ഓക്കെ, ഇന്ന സ്റ്റുഡന്റ് ഇന്ന ഡൗട്ട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു പറയും. അതാണ് അവൾ അത്ര കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ ഈ പാകിസ്ഥാനീസും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ സെയിം അതുപോലെ പറയുന്നത്. അവളെല്ലാം ലൈവായിട്ട് കാണും. എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു 6 months ദുബായ്. അതുകൊണ്ടാണ് അവൾ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോ
അവൾ എന്നോട് ചോദിച്ചു പഠിപ്പിച്ചു. ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞ സെയിം ടൈമിൽ ഞാൻ പഠിപ്പിക്കാൻ നോക്കി. ഞാൻ എന്താ ഒരു ഇൻട്രസ്റ്റില് ഞാൻ ഓക്കെ വാ ഞാൻ ഇൻസ്ട്രക്ടറും കൂടെ അല്ലേ, കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പൊ എന്തുകൊണ്ട് പഠിപ്പിച്ചു. നേരെ ചെന്ന് ഞങ്ങളെ വീട് കഴിഞ്ഞു മുതുകാട് ഒരു വളവുണ്ട്. ആ വളവ് ഞാൻ നീ വളച്ചോന്ന് പറഞ്ഞു, അവള് വളച്ചോ ചെയ്തു. പക്ഷെ തിരിച്ചൊടിച്ചോ എന്ന് പറഞ്ഞപ്പോത്തിന് മതിലും കൊണ്ടുപോയി, ഫുള്ള് പോയി. ആ വീട്ടുകാർ 30,000 രൂപയൊക്കെ വാങ്ങി എന്നിട്ടേ കാർ അവിടെ എടുക്കാവൂ എന്നൊക്കെ പറഞ്ഞു. അതവിടെ കൊടുത്തു. കാരണം അവരെ മതിലും ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അതിങ്ങനെ നനച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അത് ഇടിച്ചിട്ടാണ്. പിന്നെ ഞാൻ അതോടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ പിന്നെ 2 കൊല്ലമായപ്പോ പിന്നെ ആ റിസ്ക് എടുത്തിട്ടില്ല. ഇല്ല, പൈസ എനിക്ക് തോന്നുന്നു അപ്പൊ മിക്ക വീഡിയോസ് ഇതുപോലുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായതാന്ന് തോന്നുന്നു. അറിയല്ലേ, നമ്മളല്ല ഞങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ നമ്മളായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചിരി മീൻസ് എന്തെങ്കിലും വരില്ലേ, അത് ഞങ്ങൾ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെക്കുക പോയിന്റ്. എന്നിട്ട് ഞങ്ങളത് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യും, ഷൂട്ട് ചെയ്യും. അതന്നെ അങ്ങനെ. അപ്പോ അതായത് നിങ്ങളെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണല്ലോ മോസ്റ്റ് ഓഫ് ദ വീഡിയോ. അപ്പൊ ഈ ദുബായിൽ പോയിട്ട് എന്തോ 15 കോടി കടവാ? അത് കുറച്ച് ക്രെഡിറ്റ് കാർഡ് കട ഉണ്ട്, അത് ജസ്റ്റ് ക്ലോസ് ചെയ്യണം. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ക്രെഡിറ്റ് കാർഡ്. ശരിക്കും ഞാൻ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ വാറൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിന്നതാ. അപ്പൊ അവളിങ്ങനെ പറയടക്കുന്നത് ഞാൻ ചെല്ല് ക്രെഡിറ്റ് കാർഡ്, എനിക്ക് മെയിൽ വരുന്ന ആൾക്ക് കാണും. അങ്ങനെ മെയിലൊക്കെ കാണുമ്പോ അവരിങ്ങനെ പറയില്ല ഇമ്മീഡിയറ്റ്ലി പേ ദിസ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോ അവർക്ക് കറക്റ്റ് ബാങ്കിന്റെ പേരൊക്കെ കറക്റ്റ് അങ്ങനെ പറഞ്ഞു. ഓക്കേ. അപ്പൊ എത്ര നാളായി ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ സോഷ്യൽ മീഡിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? 2 months ആവുന്നു. ഞാനിപ്പോ വെക്കേഷന് വന്നതിന് ശേഷം. ഓക്കേ. അപ്പൊ റീസെന്റ്ലി മാരീഡ് ആണോ? അല്ല, 1.5 year ആയി. എനിക്ക് തോന്നുന്നു ആമിയുടെ സംസാരത്തിന് കുറെ ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ആ ഒരു സ്ലാങ്ങിനൊക്കെ. എന്താ പറയാ ഫാൻസ് ഒക്കെ? ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഇപ്പൊ അത്യാവശ്യം കൊളാബൊക്കെ വരുന്നുണ്ട്. ടൈം ഒക്കെ പിന്നെ ദുബായിക്ക് പോകണ്ട, അതന്നെ ഇപ്പൊ വീഡിയോയിൽ മാത്രമേ ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. അതത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾ കണ്ടപ്പോ തിരിച്ചു ഓടി. നിങ്ങള് ക്യാബ് വന്ന് ഇറങ്ങിയില്ലേ, അത് കണ്ടപ്പോ അവള് ഓടി പേടിയാവുന്നെന്ന് പറഞ്ഞിട്ട്. ഇൻട്രോവേർട്ട് ആണോ? ചെറുതായിട്ട്. നിങ്ങളപ്പോ എന്താ ലവ് മാരേജ് ആണോ? അതെ. എന്താ ലവ് സ്റ്റോറി? അത് കുറച്ച് വലിയ കഥ. കുഴപ്പമില്ല, ഒരുപാട് സമയം. ഞാൻ 10th class പഠിച്ചത് ഒരു നാട്ടില മലപ്പുറത്ത്. ഇന്ന് ഉമ്മച്ചിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. അതുവരെ ഞാൻ വേറെ സ്കൂളിലാണ് പഠിച്ചത്, തൃശ്ശൂരാ പഠിച്ചത്, ഹോസ്റ്റലിൽ നിന്നിട്ട്. അപ്പം അങ്ങനെ പോയത് അവിടേക്ക്. അപ്പം അങ്ങനെ പഠിച്ചതൊന്നും അവള് ഒക്കെ ലേഡീസ് മാത്രം, മീൻസ് അതുവരെ ഇതിലാ പഠിച്ചത്, ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അവള് പെട്ടെന്ന് വന്നത് NSS സ്കൂളിൽ എന്ന് പറയുമ്പോ മിക്സഡ് അല്ലേ. അപ്പൊ അവിടുത്തെ മെയിൻ ആൾക്കാരായിരുന്നു ഞങ്ങള്. ഈ മെയിൻ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ അല്ലല്ല, ഞാൻ പഠിക്കുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടേ വിടും. ആ ടീംസ് ആയിരുന്നു. അങ്ങനെയല്ല, പുറത്തൊക്കെ ഉണ്ടാവും, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ വെറുതെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെ അനിയനും ഞാൻ ഒരുമിച്ചാ പഠിച്ചത്. കസിൻ അവരെല്ലാം ഒരു ക്ലാസ്. ഇവരിടക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ എന്റെ വീട്ടിലോട്ട് വരും. എന്റെ വീട് സ്കൂളിന്റെ തൊട്ടടുത്ത്. അപ്പൊ ലഞ്ചിനൊക്കെ ഒരു ചിലപ്പോ അങ്ങോട്ട് വരാറുണ്ട്. സെറ്റ് ആക്കിയതാ. ഓന് എറിഞ്ഞു, നമ്മള് വീണു. 2 കൊല്ലം ഞാൻ അറിഞ്ഞു. 2 കൊല്ലം പോയിരുന്നോ? എങ്ങനെയാ? എന്തൊക്കെ ട്രിക്ക് കാണിച്ചു? ഒന്ന് വീഴ്ത്തിയെടുത്തു. ഇല്ല, ഇവന് അധികം ട്രിക്ക് കാണിക്കണേന് ഉമ്മ പിടിച്ചു. എന്റെ ഉമ്മ സ്കൂള് മാറ്റി. അതെങ്ങനെയാന്ന് വെച്ചാല് ഇവള് സ്കൂളിൽ നിന്ന് വീട് വരെ ഞാൻ ബാക്കിൽ പോകും. അപ്പൊ ഒന്നും മൈൻഡ് ചെയ്യൂല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാവും. ഇവിടെ എന്താ മൈൻഡ് ചെയ്യാത്തത്, മീൻസ് അവിടെ ഒരുവിധം എല്ലാവരും നമ്മൾ പിന്നെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓക്കെ. ഇവള് മാത്രം ഭയങ്കര ജാടക. അപ്പൊ എനിക്ക് വാശിയായി, ഇവളെ തന്നെ വളക്കണം എന്നുള്ളൊരു വാശിയായി. അങ്ങനെ വീട്ടിൽ കയറി പോകുമ്പോ ഞാന് ജസ്റ്റ് പിന്നെ എനിക്ക് ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ വീണ്ടും വന്നിട്ട് ഞാൻ ഹോൺ അടിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. മീൻസ് ചെറിയ അനിയനുണ്ട്. അപ്പൊ അനിയനെ ഇങ്ങനെ എടുത്തിട്ട് അവൾ ഇറങ്ങി വന്നിട്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് മിഠായി വാങ്ങിക്കും. ഇവള് മിഠായി വാങ്ങിച്ച് അവിടെ പറ്റുകൂടി. ഇവളെ ഉമ്മ പറ്റ അവിടെ എഴുതി വെക്കാറ. അപ്പൊ ചേട്ടനോട് ചോദിച്ചിട്ട് എന്താ ഇങ്ങനെ പറ്റുന്ന ഉമ്മ ചോദിച്ചു. അപ്പൊ പറഞ്ഞു മോളെപ്പോഴും വന്നിട്ട് ഒരു ചെക്കൻ വന്ന് ഹോൺ അടിക്കും, മോള് വന്ന് മിഠായി വാങ്ങുമെന്ന് പറഞ്ഞു. ശരിക്കും നടന്നതാ. അപ്പൊ ഉമ്മ വാച്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പൊക്കി അവളെ സ്പോട്ടിൽ അവിടെ നിന്ന് മാറ്റി. എങ്ങോട്ട് മാറ്റി? പാലക്കാട്. സ്കൂള് മാറ്റി, വേറെ സ്കൂൾക്ക് മാറ്റി, പാലക്കാട് കൊണ്ടുപോയി. പക്ഷെ ഓന് പിന്നെ സുഖമായി, പിന്നെ അവിടെ ഒന്ന് കാണാനോ. പിന്നെ സുഖായല്ലോ. അല്ല, അപ്പോഴൊക്കെ ഏകദേശം ഞങ്ങൾ സെറ്റായി. അപ്പൊ പിന്നെ ആള് എന്നെ വിളിക്കും. വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ അങ്ങനെ കൊണ്ടുപോയി എന്നെ മാറ്റി ഹോസ്റ്റലിലാണ് ഇപ്പൊ. അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ ഏതാ? പാലക്കാട്. വിടാ വണ്ടി പാലക്കാട്.
അങ്ങനെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പാലക്കാട് പോകും. പിന്നെ സൗകര്യമില്ലേ, അങ്ങനെ വീക്കിലി പോവും, കാണും. ഞങ്ങൾ അങ്ങനെ മലമ്പുഴ ഡാം അവിടെയൊക്കെ ഇങ്ങനെ കറക്കും. ലാസ്റ്റ് ഹോസ്റ്റൽ വാടം പൊക്കി. അങ്ങനെ അവിടെ നിന്നും പറ്റി. ഫോൺ വിളിച്ചു. ഞാൻ വിളിക്കാൻ വേണ്ടിട്ട് ഫോൺ കൊടുത്ത്. അപ്പൊ നൈറ്റ് ഇവള് വിളിച്ച് ഇവള് ഉറങ്ങി. അപ്പൊ ഫോണ് വാടനടുത്ത്. അപ്പൊ കണ്ടു. ഉമ്മാനോട് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും പറ്റി. ഇറങ്ങട്ടെ. പിന്നെ അങ്ങോട്ട് പോയേ. പിന്നെ അവളെ വീട്ടിൽ പോയി. കൊല്ലത്തേക്ക് പോയി. എന്നിട്ട് എങ്ങനെയാ ഇപ്പൊ കല്യാണത്തിലേക്ക് എത്തിയത്? അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ബ്രേക്കപ്പ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുള്ളി ബ്രേക്കപ്പാ. പിന്നെ ഒരു കോണ്ടാക്ട്സും ഇല്ല. ഞാൻ ദുബായി പോയി. ഞാൻ ഭയങ്കര ബിസി ആയി. അങ്ങനത്തെ നല്ല. പിന്നെ കല്യാണം ആലോചിച്ച് ഇങ്ങനെ പെണ്ണിട്ടാത്തൊരു സീനൊന്നുമില്ല. പെണ്ണ് കിട്ടാത്ത സീൻ വന്നപ്പോ ഞാൻ വെറുതെ വീണ്ടും മെസ്സേജ് അല്ല ഇവള് തേപ്പ് സ്റ്റോറി ഒക്കെ ഇങ്ങനെ പറയുന്നു കിടക്കുക. ഞാൻ ജസ്റ്റ് മെസ്സേജ് വിശേഷമൊക്കെ ചോദിക്കും. അപ്പൊ അവളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ തേപ്പ് കിട്ടിയടാ. ഞാൻ പറഞ്ഞു അത് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് വന്നില്ല. പിന്നെ വർക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ ആയപ്പോ വേറെ ഇതായിരുന്നു. ബ്രേക്കപ്പ്. അപ്പൊ ഞാൻ ആശ്വസിപ്പിച്ച് അങ്ങനെ പ്രപ്പോസ് ചെയ്തു. പിന്നെ വീട്ടിലൊന്നും പ്രശ്നമില്ല. ഓൾറെഡി അവളെ അറിയുന്നല്ല. അവളങ്ങനെ അങ്ങനെ കഴിച്ചു അങ്ങനെ ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ ഫസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ വലിയൊരു ബുദ്ധിമുട്ട് വന്നില്ല കല്യാണത്തിനൊന്നും. അവളെ ഉമ്മാക്ക് എന്നെ അറിയാം, എന്റെ വീട്ടിൽ അവളെ അറിയാം. എല്ലാവർക്കും അവളെ ഇഷ്ടം ഓൾറെഡി. എന്നോട് ആദ്യം വീട്ടുകാർ പറയും അവളെ കെട്ടിക്കോ. ഞാൻ വേറെ നല്ലത് കിട്ടുമോ നോക്കാം. നാട്ടിലൊക്കെ നല്ല പേരാ. അതെനിക്ക് ആദ്യം മനസ്സിലായി. എങ്ങനെ എല്ലാ നാട്ടിലും ഇല്ലേ സ്കൂളിൽ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന സമയത്ത്. കാരണം എന്റെ വീട് എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ തൊട്ട് ഫ്രണ്ടിലാ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ഉണ്ടാവുമല്ലോ. എന്താ അപ്പൊ ഓക്കെ ഇയാളെ കെട്ടാം എന്ന് തോന്നിയത്? കാരണം കൊറേ നാള് പിന്നെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതല്ലേ സെറ്റാവും തോന്നി. എനിക്ക് എപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. എനിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പോലും ഒന്നങ്ങനെ ഇതായിട്ട് പറയും, എപ്പോഴും കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ ഇതായിരിക്കും റൈറ്റൊന്നും തോന്നിപ്പോ ഇഷ്ടം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ സിറ്റുവേഷൻ കൊണ്ട് ലിബനെ പണ്ട് തേച്ചതാട്ടാ. പിന്നെ ആളും ഇതേപോലെ വർക്ക് ചെയ്തിട്ട് തന്നെ വീട്ടിൽ നോക്കും. അങ്ങനെ കാര്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പം അവളെ കാര്യം നടക്കുന്ന അവള് വർക്കിന് പോകണം. എന്തായതാണ് അപ്പൊ ഞങ്ങളങ്ങനെ ബിസി ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഈ കല്യാണത്തിന്റെ ആ ഒരു ഏജ് വന്നപ്പം രണ്ടാളും ഓക്കെ നമുക്ക് ഇങ്ങനെ ഡിസിഷൻ എടുക്കാം, ഇനി ബ്രേക്കപ്പ് ആവൂല എന്നൊക്കെ പറഞ്ഞ് പഴയതൊന്നും ഇനി കുത്തിപ്പൊക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഡീലായി. ഓക്കെ. എന്തായാലും ഒരു വല്ലാത്തൊരു ലവ് സ്റ്റോറി അല്ലേ. ഇടക്ക് ബ്രേക്കപ്പ് ആവും, പിന്നെ ഒരു വലിയൊരു ലോങ് ഡിസ്റ്റൻസ്, പിന്നെ വീണ്ടും സെറ്റായി കല്യാണം കഴിച്ചു. അപ്പൊ എന്തായാലും ഒരു കുഞ്ഞു ടാസ്ക് തരാം. ഒരുപാട് വട്ടം പ്രപ്പോസ് ചെയ്തല്ലോ. ഫസ്റ്റ് കണ്ടപ്പോ പ്രപ്പോസ് ചെയ്തു, പിന്നെ അതിനുശേഷം ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും പ്രപ്പോസ് ചെയ്തു, പിന്നെ കല്യാണം ആലോചിച്ചു. ആരെ പ്രപ്പോസ് ചെയ്യണമെന്ന് ഇനി തിരിച്ച് പ്രപ്പോസ് ചെയ്തേ ഒരുപാട് പ്രാവശ്യം അല്ലേ? ഒരുപാട് പ്രാവശ്യം ഞാനല്ലേ പിന്നാലെ നടന്ന്. പിന്നെ ആദ്യമാണെങ്കിൽ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല. എനിക്ക് പഠിക്കാം, യൂസ്ഫുൾ ആവും. ഇല്ല മാന്യമായിട്ട് പ്രപ്പോസ് ചെയ്തല്ലേ പാകുള്ളൂ അല്ലേ? കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പ്രപ്പോസ് ചെയ്ത്. ഇല്ല ഞാൻ കുറച്ചുണ്ട്. ഇപ്പത്തെ കണ്ടീഷനില് ഇപ്പൊ ഓനെ കൊണ്ട് എസ് പറയിപ്പിച്ചണം. നല്ലോണം പ്രപ്പോസ് ചെയ്യാം. ഉള്ളെന്ന് വരട്ടെ അല്ലേ? എനിക്കറിയില്ല കേട്ടോ. കാണിച്ചു തരും. നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്റെ പൊന്നെ. പിന്നെ പ്രണയം എന്ന് പറഞ്ഞ ക്ലിഞ്ചല്ലേ അല്ലേ? പിടിക്കരുത് അങ്ങനെ പറയണ്ടേ. നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നല്ലോണം പ്രപ്പോസ് ചെയ്യും. അതായത് കൊറേ നാളായില്ലേ പുറകെ കിടക്കുന്നത്. പെട്ടെന്ന് യെസ് പറയരുതട്ടോ. ഇല്ല അപ്പൊ കൂടുതൽ ഡയലോഗ് വരും. നല്ലൊരു ഡയലോഗ് പറഞ്ഞു. ഇയാള് 2 വർഷം എന്തായിരുന്നു ട്രിക്ക് വേറെ ഒരു ബൈക്ക് വേണോ?
അതെന്തായിരുന്നു ആ ട്രിക്ക്? അല്ല ഓടി എനിക്ക് അവിടുത്തെ വഴിയൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ കറക്റ്റ് ആയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടാക്കും. ഇങ്ങനെ നല്ല പ്രപ്പോസ് ചെയ്ത്, അതുകൊണ്ട് ഒരു ഉദ്ദേശിച്ച പ്രപ്പോസൽ വേറെ അന്ന് ഉദ്ദേശിച്ചത് പൂവൊന്നും എടുത്തിട്ടും ചെയ്തിട്ട് അതെ ഇതല്ലേ ക്രിഞ്ച് ശരിക്ക്. ഓൻ ജസ്റ്റ് പുറകെ നടന്നു. ഓരോന്റെ എന്താ പറയാ സ്റ്റൈലൊക്കെ വെച്ച് ഓരോ വളച്ചു. നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോഴത്തേനും. അവന്റെ കസിൻസിനൊക്കെ കൊണ്ട് ഓരെ പറ്റി ഇങ്ങനെ ഇടക്കിടക്ക് പറയിപ്പിക്കും. എന്റെ കസിൻ ഉണ്ട് ജസ്റ്റ്, അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളെ ഞാൻ വൈകുന്നേരം കൊണ്ടിട്ട് ചിക്കു ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് പറ പൊക്കി പറ അപ്പൊ പറയൂ. അപ്പൊ എന്നിട്ട് പറയും അപ്പൊ പറഞ്ഞപ്പോ ചിരിച്ചായിരുന്നു കേട്ടോ ജോലി. എന്നിട്ട് അങ്ങനെ എന്നെ മുതലാക്കും അവിടെ. അത് ഇത് മതി. ഒന്നും ചെയ്തില്ലല്ലോ. ഷിബിൻ ഐ ലവ് യു. അത് മതി. ഇന്ന് ഞാൻ അവള് ചെയ്യട്ടെ. ഇത് പ്രപ്പോസിംഗ് അല്ല, നല്ലോണം ചെയ്യും. ഷിബിന, നീ കാണുന്ന കോഴികളെ പോലെയുള്ള ഒരു കോഴിയല്ല. നിന്നെ സ്വന്തമാക്കാൻ ഡ്രൈവിംഗ് അറിയാവുന്ന ഉള്ളിൽ വിങ്ങുകയാണ് ശിവന. നീ എന്ന് മനസ്സിലാക്കണം പൊന്നെ. ഡ്രൈവിംഗ് ഞാൻ പഠിപ്പിച്ചു ആക്സെപ്റ്റ് ചെയ്തു. അത് മതി, അത് മതി. ഇതുപോലെ അല്ലാണ്ട് നല്ല രീതിയിൽ തിരിച്ചു അതാവുമ്പോ നടക്കുള്ളൂ. പിടിക്കടാ അങ്ങനല്ല, ഇന്നിപ്പൊ കെട്ടാണ് എനിക്ക് സുഖാണ്. എന്താണ് എനിക്ക് ജോലി ഉണ്ട്. നമുക്ക് എന്റെ ജോലിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാം. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണ്ടല്ലോ. വേണ്ട, ഇല്ലെങ്കിൽ എന്റെ ഗോൾഡൊക്കെ തിരിച്ചെടുക്ക. കഴിഞ്ഞ സമയം എന്റെ മാല ഒക്കെ എടുക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തോ. ഇടക്കിടക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് പോകാറുണ്ട്. ഇടക്കിടക്ക് വരും പുതിയ ബിസിനസ് ഐഡിയാസ് ഒക്കെ ആയിട്ട്. എല്ലാം ഫ്ലോപ്പ് ആവും. ഇടക്ക് വരും, നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് അവർ അത് തരും, ഇത് തരും. എന്നിട്ട് അവരൊന്നും തരാറുണ്ട്. കയ്യിലുള്ളത് പോയി ഇപ്പൊ ഒന്നുമില്ല. അക്സെപ്റ്റ് ഇല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എടുക്കേണ്ടി വരും. വീട്ടിലൊക്കെ എങ്ങനെയാ നിങ്ങള് കോണ്ടന്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴേക്കും എല്ലാരും സപ്പോർട്ടീവ് ആയിരുന്നോ? എല്ലാരും സപ്പോർട്ടാണ്. പിന്നെ അറിയാലോ, അവർക്ക് ആ ചുറ്റുവട്ടത്തില് എല്ലാരും ഇല്ലെങ്കിലും ഈവൻ എന്റെ ഫാദറൊക്കെ ഭയങ്കര റോങ്. ആൾക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒന്നും അറിയൂല. അപ്പൊ ഞാൻ സ്റ്റാറ്റസ് എന്ത് പിന്നെ കാണിക്കുന്നു, ഇത് എന്തൊക്കെ പറഞ്ഞു ഞാനായിട്ട് അത് കണ്ടില്ല. അപ്പം ഇപ്പൊ കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ തന്നെ എനിക്കൊരു വോയിസ് അയച്ചു, മക്കളെ വീഡിയോസ് കാണാറുണ്ട് അടിപൊളിയായിട്ടാണ്. ഉപ്പാന്റെ ഒരു ഫ്രണ്ട് ഉപ്പൊക്കെ അയച്ചത്. അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ നോക്കാറില്ല അങ്ങനെ. ഒന്ന് രണ്ടെണ്ണൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ പിന്നെ അതിൽ നല്ലൊരു പെർസെന്റേജ് പോസിറ്റീവും പിന്നെ എന്തായാലും നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. മൈൻഡ് ചെയ്യാറില്ല. ഇജ്ലാലിൽ ഇഷ്ടപ്പെട്ട ഒരു 3-4 സ്വഭാവങ്ങൾ എന്തൊക്കെയാ? ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്പാക്കും. ഇപ്പം എനിക്കിപ്പോ വർക്ക് ഉണ്ടെങ്കിലൊക്കെ ഓന് ഹെൽപ്പാക്കും. പിന്നെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിൽക്കും. ഇപ്പൊ എനിക്കിപ്പം വീട്ടിലൊക്കെ പോകുമ്പോഴാണെങ്കിലും എന്തെങ്കിലും കാര്യം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി എന്നോട് പറയാറുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് നമുക്ക് കല്യാണം കഴിച്ച വീട്ടിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് ചെയ്യാൻ പറയാറില്ല. പിന്നെ എനിക്ക് ഷോൾ ഇങ്ങനെ എനിക്ക് ചേരാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പണ്ട് തൊട്ട് അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പൊ അതൊന്നും എന്നോട് നിർബന്ധിക്കാറില്ല. എല്ലാവരും പറഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്തോന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കൊല്ലത്തൊന്നും അങ്ങനെ ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ അത്ര ഇതൊന്നും ഇല്ല. ഷോൾ ഇടണമെന്നോ അങ്ങനെ മഫ്തൂത്തണോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടാകും. കുഴപ്പമൊന്നുമില്ല. അതൊക്കെ തിരിച്ചെന്താ നല്ലൊരു വൈഫാണ്. പിന്നെ എനിക്ക് അവൾക്ക് കൊടുക്കണം തോന്നിയത്, ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. മീൻസ് ഉമ്മയുടെ ആണെങ്കിലും ഉപ്പാൻ്റെ ആണെങ്കിലും ഇഷ്ടം പോലെ. ഞാനതൊക്കെ അനുഭവിച്ചും നമ്മളങ്ങനെ മലപ്പുറം സൈഡിൽ നിന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ. എനിക്കത് പറഞ്ഞാൽ ഇവക്ക് അവളെ ഉമ്മയും അവളെ ആ ഒരു ചെറിയൊരു സർക്കിളിലുള്ള എനിക്ക് അപ്പം പറയാറുണ്ട് ഉപ്പാൻ്റെ സ്നേഹം കിട്ടിയില്ല, ഒരു ബ്രദറെ സ്നേഹം കിട്ടില്ല. അപ്പം അതെല്ലാം ഒരുമിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അവർക്കത് ഫീൽ ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ ഭയങ്കര ഈവൻ വർക്കിന് പോകുമ്പോൾ പോലും ഭയങ്കര മിസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് പോയി കാണും, ഹോസ്പിറ്റലിൽ പോയിട്ട് കാണും, പുറത്ത് പോയാൽ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാണും. എന്നാലും നിങ്ങൾ ഇങ്ങനെ റിയൽ ലൈഫ് സാധനങ്ങളാണോ ചെയ്യുന്നത്? പക്ഷെ എന്നാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന എന്തിനാ ഇജു ലാൽ? വീഡിയോ എടുക്കുന്നതാണ്. ഒരു വീഡിയോ
ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബാക്കിൽ ഞങ്ങൾ 4 അടി നടക്കും. ആ സീരിയസ് ആയിട്ട് പറയാം. ചിലപ്പോ ഇവനക്ക് വീഡിയോ എടുക്കുമ്പോഴേ അവൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, ചെറുതായിട്ട് ദേഷ്യം വരും. അപ്പൊ എനിക്ക് അതിലേറെ ദേഷ്യം വരും. എഫോർട്ട് ഉള്ളതാണെങ്കിലും അതിന്റെ ബാക്കിൽ ഞാനല്ലേ വർക്ക് ചെയ്തത്. മീൻസ് അത് നൈറ്റ് ഒക്കെ എടുത്ത് എല്ലാം ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെ നീ പറയണം, ഇത് ഇങ്ങനെ നീ ആക്ഷൻ കൊടുക്കണം. അപ്പൊ ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മീൻസ് ഈ സോങ് ഇടാം, അവിടെ ഇങ്ങനെ കൊടുക്കാം. വലിയ സംഭവം എന്നല്ലെങ്കിൽ ഞങ്ങളത് വലിയ സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ച സാധനം ചിലപ്പോ വർക്ക് ഭയങ്കര ടയർഡായിട്ടാവും വരിക. എന്നാലും നീ വാ അപ്പൊ ദേഷ്യം വരും, അങ്ങനെ തെറ്റിപ്പോവും. അങ്ങനെ അന്നാ വീഡിയോ നടക്കൂല. അപ്പൊ ഞാനും തെറ്റി നടക്കും. സത്യം പറയാം, ഒരു വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്യുന്ന അതിന്റെ ബാക്കിൽ മിനിമം 2 അടി മസ്റ്റാ. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ആർക്കാ? ആണോ വീഡിയോയുടെ കേസിൽ മാത്രമാണോ? അല്ല, ചില എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തീരും. പക്ഷെ ഇവക്ക് ദേഷ്യം വന്നാ പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് കിട്ടിയതാണിത്. ആ ദേഷ്യം തീർക്കാൻ ഞാൻ ഒരു നൈറ്റ് മൊത്തം ഞാൻ ഉറങ്ങാണ്ട് വേണമെന്ന് വെച്ചിട്ടല്ല. ദേഷ്യം വരുമ്പോ എറിയണ സ്വഭാവം. ദേഷ്യം വന്നാ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ വരൂല അങ്ങനെയൊന്നും. വഴക്കിന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു സ്പോട്ടില് വേറൊരു ടാസ്ക് തരാം. ഇതേപോലെ വീഡിയോ ചെയ്തിട്ടും ആമയുടെ, അതായത് ഇജ്ലാൽ ഉദ്ദേശിച്ച ആ സാധനം വരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് വഴക്കാണ് അവിടെ ഉണ്ടാക്കുന്നത്? അയ്യോ, അതൊക്കെ വീഡിയോ ചെയ്യുമ്പോ വരുന്നതല്ലേ. അല്ല, എന്നാലും ട്രൈ ആക്കി നോക്കാം. എങ്ങനെ ആ സാധനം? ഒരു വീഡിയോ കുറെ നേരമായിട്ട് എടുക്കുന്നത്, പക്ഷെ ഒരു പെർട്ടിക്കുലർ സാധനം ഉണ്ട്, അത് ആമിയുടെ അടുത്തുനിന്ന് കിട്ടണില്ല. ആമിയാണെങ്കിൽ തിരിച്ചും ചൂടാവണം. വർക്കും കഴിഞ്ഞ് ഇതൊക്കെ എറിഞ്ഞു പൊട്ടിക്കും. അതല്ലേ, അത് വേണോ? ഒരു മിനിറ്റിനുള്ളിൽ ചെയ്താൽ. 1 മിനിറ്റോ? നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ടൊന്ന് കിടന്നാ മതി. തന്നെ അവള് വരാറ്. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഭയങ്കര ടയർഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒന്ന് കിടന്നുറങ്ങുക. അതെങ്ങനെയാ, 5:30 ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാല് ഇവക്ക് മസ്റ്റ് ആയിട്ട് ചായ വേണം. അപ്പൊ ചായ കുടിക്കാൻ പോയാൽ പിന്നെ 6 ആയി ലൈറ്റ് പോയി. പിന്നെ ഞാൻ വിചാരിച്ച സാധനം കിട്ടൂല. അപ്പൊ ഞാൻ പറയും, ഈ ഒരു വീഡിയോ 5 മിനിറ്റ്, ഞങ്ങളെ വീഡിയോ മാക്സിമം 15 മിനിറ്റ്, അതിന്റെ ഉള്ളിൽ ഷൂട്ട് കഴിയും. 15 മിനിറ്റ് നോ വാശിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഭയങ്കര വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ചിലപ്പോ അവിടുത്തെ മൂഡ് പോലെ ഇരിക്കും ഞാൻ വരുന്നതും. ചിലപ്പോ അവിടെ ചൊറിയാണെങ്കിൽ ഞാനും ചൊറിയായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഭയങ്കര ചൊറിയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. തീർന്നു. എല്ലാവർക്കും സ്പോട്ടില് വരുന്നതല്ലേ. ആണോ? ട്രൈ ആക്കി നോക്കുക. നമ്മൾ ഇന്നത്തെ ഹുക്ക് എന്താണെന്ന് അറിയാലോ? ഇൻസ്റ്റാഗ്രാം പോയിട്ട് തുടങ്ങിക്കോ. ഇല്ല, നീ ജസ്റ്റ് എന്തെങ്കിലും തുടങ്ങിക്കോ. ഒരു 2-3 ഷോട്ട് എടുത്തോ. ഓക്കെ, ഇല്ല പറ, കുറച്ചുകൂടി പവർ വരട്ടെ ഷേപ്പിൽ. നീ എന്ത് തേങ്ങ കാണിക്കുന്നു? നോക്കി വേഗം, സമയം ലൈറ്റ് പോവും. ഇപ്പൊ എനിക്ക് ചിരിയാ വരുന്നത്. ദേഷ്യം ഒന്നും അങ്ങനെ പെട്ടെന്ന് വരില്ലല്ലോ. എന്തിനിങ്ങനെ ചിരിക്കണേ? ചിരിക്കാനല്ല പറഞ്ഞ, വീഡിയോ ചെയ്യ വേഗം. റോളിങ്ങിലാണ്. മെമ്മറി സ്റ്റോറേജ് ഫുൾ ആവട്ടോ. വീഡിയോ എടുത്ത് വേറെ 256 അത് ചെയ്യും. എനിക്ക് കിട്ടൂല. അപ്പൊ നിങ്ങള് വീഡിയോ എടുക്കുമ്പോ നിങ്ങൾ ഒറ്റയ്ക്കാണോ? അത് ഇന്നലെ ഞങ്ങള് വീഡിയോ ചെയ്യാൻ പോയി. അപ്പൊ അതിന്റെ മെയിൻ മാനേജർ CEO ആണ്. അപ്പൊ അയാളിങ്ങനെ വലിയ സെറ്റപ്പിൽ ഇങ്ങനെ വന്ന് ഞങ്ങളെ മുന്നിൽ വന്നിരുന്നു. ഓക്കെ, ഇനി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിലോളെ സാർ ഒന്ന് പുറത്തിറക്കും. അല്ല, എനിക്കും മടിയാ. ഞാൻ ഒരാളുണ്ടെങ്കിൽ സംസാരിക്കല്ലോ, ഞാൻ മാത്രമേ സംസാരിക്കാറ്. അല്ല, കഴിഞ്ഞിട്ടില്ല ചെയ്യ്. അത് വരില്ല. നിങ്ങൾ ചെയ്ത വീഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അവക്ക് പറ്റുന്ന ചോദിച്ചോ, ഞാൻ എന്തിനും റെഡി. ഏതാ ചെയ്യാൻ പറ്റാ? നവരസ ഇജ്ലാൽ ചെയ്താണ്. ഇപ്പൊ കണ്ടോ ടാസ്ക് എങ്ങനെ ചെയ്യണം? സീരിയസ്ലി ഇവളെ ഒരു ദിവസം ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത കാണിച്ചാൽ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. എനിക്ക് നാണോ മാനമല്ലത്. അപ്പൊ പറഞ്ഞ ഓക്കെ നടക്കുന്നില്ല. പിറ്റേന്ന് അവളിങ്ങനെ കയറാൻ വരും. അവിടെ നിന്ന് ഇങ്ങനെ വരാം. ഞാൻ പറഞ്ഞ ഇങ്ങനെ പോവാം. ഞാൻ ശിവനം നീ വേഗം വരുന്നുണ്ടോ? വെയിൽ കൊണ്ട് ഞാൻ മാടിയാണ്.
നമ്മള് കഷ്ടപ്പെട്ട് ഓരോന്ന് കണ്ടെത്തി ഇതിങ്ങനെ ചെയ്യാ അതിങ്ങനെ എഡിറ്റ് ചെയ്യാ നൈറ്റ് ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ഓരോ റീല് കാണുമ്പോ സോങ് സെലക്ട് ചെയ്യുന്നു ഇത് സെലക്ട് ചെയ്യുന്ന പിറ്റേന്ന് ഞാൻ വിളിച്ചിട്ട് മെസ്സേജ് അയക്കുന്നു വൈകുന്നേരം പോലെ വന്നുകൊണ്ടേ ക്യാമറ പിടിച്ച് നിൽക്കും മുന്നിൽ തന്നെ ആൾക്കാർ കാണുന്നില്ല. എന്താണെന്നാരെങ്കിലും സംശയിക്കും. ഞങ്ങക്ക് പണ്ട് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പെൺകുട്ടിയോടല്ലേ ലിപ്സ്റ്റിക് ലിബാമൊക്കെ ഇവിടെ ഇവര് ഭയങ്കര എന്താ പറയാ കുറച്ച് ഞങ്ങളുടെ സൺസ്ക്രീൻ ലിപ്സ്റ്റിക് ഇടും പണ്ടിട്ടോ എപ്പോഴല്ലോ കേട്ടോ ലിബാമൊക്കെ ഇടും. അതിലിങ്ങനെ അനിയത്തി പറയും എന്റെ അനിയത്തി തന്നെ പറയും സോറി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇതൊക്കെ എടുത്തിടും. നമ്മളങ്ങനെ ആൺകുട്ടികൾ അങ്ങനെ മേക്കപ്പ് ഇടുന്നല്ല ഉദ്ദേശിച്ച് ലിബാമൊക്കെ എടുത്ത് ചുണ്ടിൽ കളർ പണ്ട് അങ്ങനെ ചെയ്യുന്നു. കിളി പറഞ്ഞിരുന്നു അതാണ് യെസ് പറയാനതല്ലേ കൺഫേം ചെയ്യണ്ടേ. അതല്ലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പ്രായത്തിന്റെ ഇപ്പൊ അങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. അയ്യോ കറക്റ്റ് ആണ് അല്ല എന്നിട്ട് നമ്മള് തിരിച്ചു ഓടിപ്പോയി തിരിച്ചുപോയി അതാരെങ്കിലും ഓടൂലേ ചിലപ്പോ ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ കൂടെ വർക്ക് ചെയ്യുന്നവര് അറിയുന്നവരൊക്കെ അതുപോലെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലെടുക്കുമ്പോ കൊടുക്കണോ പറയും. അല്ലേ ഞങ്ങൾ അവിടെയൊക്കെ ദുബായിലൊക്കെ ഇരുന്ന സമയത്ത് നമ്മള് പർച്ചേസ് ചെയ്യാനൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കലി ചെറിയ വേറൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് നിക്കൂട്ടോ. നമ്മൾ നോർമലി നിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അറിയാലോ ജസ്റ്റ് നമ്മള് വർക്ക് പോലും നമ്മളിങ്ങനെ ഇരുന്നുള്ള വർക്കല്ല ഇൻസ്ട്രക്ടർ അപ്പൊ ഓട്ടോമാറ്റിക് ഇതിങ്ങനെ ചാടും. ഇവളിപ്പോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന നമുക്ക് കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ബില്ലടിക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോ ഇങ്ങനെ നിൽക്കും ഇതിപ്പോ ആവോ അപ്പൊ പിന്നെ കണ്ടോണ്ട് കാണിക്കും. അല്ല തള്ളു ബാക്കിലോട്ട് തള്ളത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് ദേഷ്യം വരൂലേ. അപ്പൊ ഞാൻ ബില്ലടിക്കാൻ പറയും കൊടുക്കടോ പറയും. അന്ന് ഈ ക്യാരക്ടറായിട്ട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കും. ശിവനോട് ചോദിക്കും ഈ ക്യാരക്ടറിൽ എന്താ വീഡിയോ ചെയ്യാൻ വരാത്തത്. ആരെയും കൊണ്ടുപോയാലോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ പോയപ്പോഴേ അവിടെ ചെക്കൻ കേട്ടോ ഓന് ശരിക്കും ഓൻ അങ്ങനെയാണ് ഹിന്ദിക്കാരൻ അങ്ങനെ എന്താണോ ഓനെങ്ങനെ. അപ്പൊ ഓനോട് ഞങ്ങള് ചില്ലി ബീഫ് പറഞ്ഞപ്പോ ഞാൻ ചിക്കൻ ചില്ലി ബീഫ് ചില്ലി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് BDF പറഞ്ഞപ്പോ ബീഫ് ചില്ലി ആയിപ്പോയി. അപ്പൊ അവൻ പോയി കണ്ട് ബീഫ് ചില്ലി എടുത്തു തരാൻ പറ്റിയ ചൈനീസിന്റെ ബീഫ് ചില്ലി എടുത്തു തന്നു. അപ്പൊ ഞങ്ങൾ അതല്ലേ ചേട്ടാ ബീഫ് അതാ അയ്യോ ഞാൻ അതാണ് അവൻ കറക്റ്റ് അത് തന്നെ. അപ്പൊ ഞാൻ എന്തൊരു കോമഡി അത്. കൈയൊക്കെ ഞങ്ങള് കൈയൊക്കെ കഴുകി പേയ്മെന്റ് എന്നോട് ഇങ്ങനെ കാണിച്ചിട്ട് പോയി. അപ്പൊ മതി ഇപ്പൊ എന്തിലേറെന്ന് മാറി അത് കറക്റ്റ് ഇവളെ മുന്നിൽ മാറി. മനസ്സിലായോ അത് ചിലപ്പോ അവർക്കൊരു സ്പാർക്ക്